ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരുത്തുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും, കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ ഇന്ന് നവരാത്രി നാലാമത്തെ ദിവസം ഇന്ന് നവദുർഗമാരിൽ നാലാമത്തെ ഭാവമായ കൂഷ്മാണ്ഡ ഭഗവതിയെ ആണ് നമ്മൾ ഇന്ന് ആരാധിക്കുന്നത്. കൂഷ്മാണ്ഡ എന്ന് വെച്ചാൽ വളരെ ചെറുതെന്നാണ് അർത്ഥം. അപ്പോൾ പ്രപഞ്ചോൽപത്തിക്ക് കാരണക്കാരിയായ ദേവിയാണെന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മളുടെ ഹൃദയചക്രത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് ദേവി. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് നമുക്ക് എന്തൊക്കെ ഗൈഡൻസ് ആണ് ഇന്നത്തെ ദിവസം നമുക്ക് കിട്ടുന്നത്. ഇന്നത്തെ നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ്സ് എന്താണ്, ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. 6 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്, കാത്തിരിപ്പിൻ്റെ ഒരു എനർജിയാണ്. ഇത് നിങ്ങൾ ചിലപ്പം ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരാൻ കാത്തിരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകാൻ കാത്തിരിക്കുന്നതും ആയിരിക്കാം. കാരണം വളരെ ശരിക്കും ഒരു വളരെ വലിയ പ്രശ്നങ്ങൾക്ക് ശേഷം ഒരു സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് നിങ്ങൾക്ക് ഒന്നുകിൽ യാത്ര ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇന്നേ ദിവസം ആ ഒരു യാത്ര തുടങ്ങുന്നതായിരിക്കാം. ചില തീരുമാനങ്ങൾ എടുത്ത് നിങ്ങൾ മുന്നോട്ട് വളരെ ധൈര്യത്തോടു കൂടി പോകുന്നു എന്നുള്ളതാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ശരിക്കും ഒരു ഡിവൈൻ ഗൈഡൻസും ഡിവൈൻ പ്രൊട്ടക്ഷനും ഒക്കെ ഉണ്ട് എന്നാണ് കാണുന്നത്. അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് നിങ്ങൾ ഏറ്റവും ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തി വേറെ ഏതോ ഒരു സ്ഥലത്തേക്ക് പോകുന്നു. അങ്ങനത്തെയൊക്കെ ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. ടെമ്പറൻസ് ആണ് ഇതിൽ, ഒരു ബാലൻസ് ആണ്. ടെമ്പറൻസ് എന്ന് പറയുന്ന ഈ ഒരു കാർഡ് ഒരു ബാലൻസ്, നിങ്ങളുടെ ഇമോഷനും നിങ്ങളുടെ ആക്ഷനും ഇത് രണ്ടും ബാലൻസിലാകുന്ന ഒരു സമയമാണ്, അല്ലെങ്കിൽ നിങ്ങളത് ബാലൻസിൽ കൊണ്ടുവരണം എന്നും കൂടിയാണ് ഇതിനകത്ത് പറയുന്നത്. കാരണം നമ്മളുടെ ഇമോഷൻ നമ്മളുടെ വർക്ക് പ്ലേസിൽ അല്ലെങ്കിൽ നമ്മളുടെ കരിയറിനെ ബാധിക്കുന്ന ഒരു സമയം എത്തിയിട്ടുണ്ടായിരിക്കണം. അത് നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾ അതിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഈ ഒരു ആള് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഇമോഷനിലാണ്. നിങ്ങൾക്ക് ചെയ്യേണ്ടുന്ന കാര്യം ഇപ്പുറത്തെ സൈഡിൽ വേറെ ഉണ്ടെങ്കിലും നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇതിൽ നിങ്ങൾക്ക് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷമങ്ങൾ, നിങ്ങളുടെ സ്ട്രഗിള്, അതിലൊക്കെ നിങ്ങൾ കൂടുതൽ ആ ഒരു കാര്യത്തിൽ അറ്റാച്ച്മെൻറ്റ് കൂടിപ്പോകുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ചില വ്യക്തികളോടുള്ള ഒരു അറ്റാച്ച്മെൻ്റ് ആയിരിക്കാം. അത് കൂടിപ്പോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആക്ഷൻ എടുക്കേണ്ട പല സ്ഥലങ്ങളിലും നിങ്ങൾക്കത് ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല, പ്രവർത്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിലുള്ള ആൾക്കാർ നിങ്ങൾ ഇതിൽ മാറി നിങ്ങളുടെ ഈ രണ്ട് ഘടകങ്ങൾ, നിങ്ങളുടെ മുന്നിലുള്ള ഈ രണ്ട് സാധ്യതകളും രണ്ട് സാഹചര്യങ്ങളും നിങ്ങളൊന്ന് ബാലൻസിൽ കൊണ്ടുവരേണ്ട ആവശ്യം ഉണ്ട് എന്നാണ് കാണുന്നത്. സെവൻ ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് ഇതിനകത്ത്. ഇതിൽ നിങ്ങളെ ചീറ്റ് ചെയ്ത് കൊണ്ടിരുന്ന ഏതോ ഒരു സിറ്റുവേഷനിൽ നിന്നും അത് മാറിപ്പോയി നിങ്ങൾക്ക് ഈ ആയുധങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലെത്തുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവർ നിങ്ങളെ പറ്റിച്ചു അല്ലെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്തു, നിങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ആ എല്ലാ കാര്യങ്ങളും തിരിച്ച് നിങ്ങളിലേക്ക്, അവർ ചെയ്തുകൊണ്ടിരുന്ന സെയിം കാര്യം, അവരെ പറ്റിക്കാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവരെ കീഴ്പ്പെടുത്താനുള്ള കാര്യങ്ങൾ, ആ ഒരു അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു. ചിലപ്പം ചില വ്യക്തികളുടെ ചില രഹസ്യങ്ങളായിരിക്കാം, ചിലപ്പോൾ വർക്ക് പ്ലേസിലുള്ള എന്തെങ്കിലും ഒരു പ്രശ്നമായിരിക്കാം. അപ്പം അതിൻ്റെ ഒരു കീ നിങ്ങളുടെ കയ്യിലാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ വേറെ ചില വ്യക്തികൾ, നിങ്ങളെ ഉപദ്രവിച്ചിരുന്ന ചില വ്യക്തികളുടെ എന്തെങ്കിലും രഹസ്യങ്ങളായിരിക്കാം, അത് നിങ്ങളുടെ കയ്യിലെത്തി എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ് കാണുന്നത്. അപ്പം നിങ്ങളത് ശരിക്കും ആലോചിക്കുന്നുണ്ട്, എന്ത് ചെയ്യണം, ഇത് ഉപയോഗിക്കണോ, ഈ ഒരു ആയുധം എടുത്ത് പ്രയോഗിക്കണോ, അതോ നമ്മൾ ഹൃദയത്തോട് ചോദിച്ചിട്ട് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, നീതിപൂർവമായ അത് പെരുമാറണോ, അതേ ഈ ഒരു സമയം അവരെ തോൽപ്പിക്കണോ എന്നൊക്കെ ഉള്ളൊരു ചിന്ത ഇന്നത്തെ ദിവസം ഉണ്ട് എന്നാണ് കാണുന്നത്.
നയൻ ഓഫ് സോഡ്സിന്റെ എനർജിയാണ് ഇതൊരു പാസ്റ്റ് എനർജിയാണ്. കാരണം നിങ്ങളെ ഉപദ്രവിച്ചിരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. ഒന്നിലധികം അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ നിങ്ങളെ ഈ പാസ്റ്റിൽ ഒരുപാട് വേദനിപ്പിക്കുകയും ഒറ്റപ്പെടുത്തുകയും ക്രൂശിക്കുകയൊക്കെ ചെയ്തിരുന്നു എന്നുള്ളതാണ്. ആ വ്യക്തികൾ ഇപ്പൊ സെയിം ആയിട്ടുള്ളൊരു അവസ്ഥയിലാണ്. പക്ഷെ നിങ്ങൾക്ക് എന്ത് വേണോ പറയാം, നിങ്ങൾക്ക് എന്ത് വേണോ ചെയ്യാം. കാരണം അവരുടെ എല്ലാ കാര്യങ്ങളും ഇപ്പം നിങ്ങൾക്ക് അറിയാം. ചിലപ്പോൾ അവർ തോറ്റിരിക്കുന്നു എന്നുള്ളതാണ്. പാസ്റ്റിൽ നിങ്ങളെ ഉപദ്രവിച്ച അതേ ആയുധം കൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അവരെ ഉപദ്രവിക്കാം. അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഇന്നത്തെ ദിവസം ഉള്ളത്. പക്ഷേ നിങ്ങളത് എന്ത് ചെയ്യണം എന്ന് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യുക. കാരണം പണ്ട് നിങ്ങളെ അനങ്ങാൻ പറ്റാത്ത വണ്ണമുള്ള സിറ്റുവേഷനിൽ അവരാക്കിയിട്ടുണ്ടായിരിക്കും. ഇത് സുഹൃത്തുക്കളായിരിക്കാം, ചിലപ്പോൾ ഭാര്യയും ഭർത്താവും ഒക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലവറായിരിക്കാം, എന്ത് തന്നെയായാലും, അല്ലെങ്കിൽ നിങ്ങളുടെ കൊളീഗ്സ് ആയിരിക്കാം കേട്ടോ. അപ്പോൾ ഇത് പണ്ട് നിങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, നിങ്ങളെ അനങ്ങാൻ പറ്റാതെ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അതിനെയൊക്കെ പർവ്വതീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നിങ്ങളെ ഒറ്റപ്പെടുത്തി നിങ്ങളെ തോൽപ്പിച്ച് കളഞ്ഞ അവരുടെ രഹസ്യങ്ങളാണ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ കയ്യിലുള്ളത് എന്നാണ് കാണുന്നത്. അപ്പം അത് നിങ്ങൾ ആലോചിക്കുന്നുണ്ട്, ഇതെടുത്ത് പ്രവർത്തിക്കണോ അതോ മിണ്ടാതിരിക്കണോ, എന്ത് ചെയ്യണം എന്ന്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിലുള്ള ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യുക ദയവായിട്ട്. ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ആ ഒരു പവർ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ഡിവൈനിറ്റി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ധാരാളമായി അനുഗ്രഹങ്ങൾ കിട്ടുന്നു എന്നുള്ളൊരു ഫീൽ ഇപ്പം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾ ഒരു ചില ആൾക്കാർക്ക് ചില സൂപ്പർ നാച്ചുറൽ പവറൊക്കെ കിട്ടുന്ന ഒരു സമയമാണ്. ചിലപ്പോൾ നിങ്ങൾ ഈ നവരാത്രിയിൽ ഒരുപാട് പ്രാർത്ഥിക്കുന്ന പൂജ നടത്തുന്നൊക്കെ ഉണ്ടായിരിക്കാം. അപ്പം ദേവിയുടെ ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുന്നത് ദേവിയുടെ തന്നെ എനർജിയാണ്. അപ്പോൾ ആ ഒരു എനർജി നിങ്ങൾക്ക് കിട്ടുന്നത് വളരെ നല്ലതാണെന്നാണ് കാണുന്നത്. ഇതിനകത്ത് ഈ നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ആ ഒരു പ്രാർത്ഥനകൾ ഈ ഹൈ പ്രീസ്റ്റസ് കേൾക്കുന്നുണ്ടായിരിക്കാം. ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് ധാരാളമായിട്ട് പവർ തരുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്തിനേയും നേരിടാനുള്ള പവർ തരുന്നു ഈ ഒരു സമയം. ശരിക്കും അനുഗ്രഹമുണ്ട് ഈ ഒരു നവരാത്രിയിൽ. നിങ്ങളുടെ പ്രാർത്ഥനകൾ, അത് ഏത് ജാതി മതസ്ഥരോ ആകട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ആ ഒരു സ്ട്രഗിളൊക്കെ മാറി നിങ്ങൾക്കുള്ള അതിനുള്ള പവർ തരും എന്നാണ് കാണുന്നത്. അപ്പം നമ്മൾ ജാതി മതവും വിശ്വാസവും അതൊന്നും നോക്കണ്ട. നിങ്ങളുടെ വിശ്വാസത്തിൽ തന്നെ നിങ്ങൾ വിശ്വസിക്കുക. പക്ഷെ ഈ ഒരു സമയം നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് ഒരിത് കൂട്ടുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ്. കാരണം ഇതിൽ കുറേ ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, കുറേ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇത് നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സുമായിട്ടൊക്കെ നിങ്ങൾക്ക് കണക്റ്റഡ് ആകാൻ പറ്റുന്നൊരു സമയമാണ്. അങ്ങനെ കാണുന്നുണ്ട്. ക്യൂൻ ഓഫ് ഫാൻസിൻ്റെ എനർജിയാണ്. ഇന്നിപ്പോൾ കൂടുതലും ഫെമിനൈൻ എനർജിയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിലുള്ള എല്ലാം ഫെമിനൈൻ എനർജിയാണ്. ഇതിലെല്ലാം ഫെമിനൈൻ പിക്ചേഴ്സാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ദേവിയുടെ പ്രസൻസ് ഇത് കാണുന്ന എല്ലാവർക്കും പൂർണ്ണമായിട്ടും ഉണ്ട് എന്നുള്ളതാണ് ആ ഫെമിനൈൻ എനർജി എന്നെ പറയുന്നത്. അപ്പോൾ ശക്തി സ്വരൂപിണിയാണ് ദേവി. അപ്പോൾ ഇത് ഞാൻ പറയുന്നത് ഞാൻ ഇതിൽ കാണുന്ന ആ ഒരു ഇതും പിന്നെ എൻ്റെ ഒരു ഇത് വെച്ച് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ജാതി മതമൊന്നും കലർത്തണ്ട. ഞാൻ എൻ്റെ ഒരു ഇത് പറയുന്നതാണ്. അത് കാണുന്ന എല്ലാവർക്കും ഈ അനുഗ്രഹങ്ങൾ ഉണ്ടാകും. അത് ദേവി അത്രയും ചൈതന്യമുള്ള ഒരു സ്വരൂപമാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു ഗൈഡൻസ് ഈ ഗൈഡൻസ് കിട്ടുന്ന എല്ലാവർക്കും അതിൻ്റെതായ അനുഗ്രഹങ്ങളും മാറ്റങ്ങളും ഉണ്ടാവും എന്ന് തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റും. നിങ്ങൾ എന്താണോ ഡിസേർവ് ചെയ്യുന്നത് ആ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇതിൽ ഇമോഷനും ആക്ഷനും ഒന്നുമില്ല. നിങ്ങൾ ഇത് രണ്ടിനെയും ബാലൻസ് ചെയ്യാൻ പറ്റും. നമ്മൾ ചില സമയത്ത് ഇമോഷനെ ഒരുപാട് അറ്റാച്ച്ഡ് ആകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ആക്ഷൻ എടുക്കാൻ പറ്റില്ല, അത് മറന്നുപോകും. അല്ലെങ്കിൽ അയ്യോ ഈ വ്യക്തിയോട് എനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചിന്തിക്കും. ഇന്ന് അങ്ങനെയല്ല, രണ്ടും ഒരുപോലെ, ഇമോഷനും ആക്ഷനും ഒക്കെ ഒരുപോലെ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. വളരെ സ്റ്റേബിൾ ആയിരിക്കും. ഒന്നിലും അധികം ഡിപ്രസ്ഡ് ആകാതെ, ഒന്നിലും അഡിക്റ്റഡ് ആകാതെ, എല്ലാം ഞാൻ കണ്ടതാണ് എന്നുള്ളൊരു ഭാവത്തിലിരിക്കും. ഇതൊക്കെ എത്ര കണ്ടിരിക്കുന്നു എന്നുള്ളൊരു ഭാവത്തിൽ. എത്ര സന്തോഷം വന്നാലും അങ്ങ് അമിതമായി സന്തോഷിച്ച് തലകുത്തി പറയൂല, എങ്ങനെയാണ്. പക്ഷേ എന്നാൽ സന്തോഷം ഉണ്ട് താനും.
അതാണ് ഒരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ള എനർജി. അങ്ങനെയാണ് ഇന്നത്തെ ദിവസം. ചിലപ്പോൾ ഇങ്ങനെ ഒരു ആളിൽ നിന്നും നിങ്ങൾക്കൊരു ഓഫർ വരാം, ഒരു സ്നേഹത്തിൻ്റെ ഒരു ഇത് വരാനുള്ളൊരു സാധ്യതയുണ്ട്. ഇന്നൊരു ലവ് ഓഫർ വരാനുള്ളൊരു സാധ്യതയുണ്ട്. വളരെ മെച്യൂർഡ് ആയിട്ടുള്ള ഒരാളിൻ്റെ ഒരു ഓഫർ. ചിലപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ മനസ്സിലാകുന്ന ഒരു സമയമാണ്. ഇതിലൊരു ഓഫർ തന്നെയാണ് കാണുന്നത്. ലവേഴ്സ് കാർഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇൻവോൾവ്ഡ് ആയ ഒരു ട്രയാങ്കിൾ ലവ് സ്റ്റോറി നടക്കുന്ന ചില ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒന്നും കൂടി റീതിങ്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നും കൂടി കാണുന്നുണ്ട്. നമുക്ക് വേണ്ടതാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഇത് പാസ്റ്റിൽ ചിലപ്പോൾ നിങ്ങളെ വിട്ടിട്ട് പോയ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു വരുന്ന ഒരു എനർജി ഉണ്ട്. ഒരു യൂണിയനാണ് ഇതിൽ. പക്ഷേ ഒന്നിലധികം ആൾക്കാർ പാക്കേജാണ്. ഹലോ, ഒന്നിലധികം ആൾക്കാർ എൻഗേജ്ഡ് ആണ് എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്നുകൂടി ആലോചിക്കുക. ഇതിലൊരു ചീറ്റിംഗ് ഒക്കെ വന്നിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ്. നിങ്ങളെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. മെൻ്റലി നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിപ്പോയ ഒരു റിലേഷൻഷിപ്പാണ്. ആ ഒരു വ്യക്തിയെ നിങ്ങൾ ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് കാണുന്നത്. 7 ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ്. ഒരു വെയിറ്റിംഗ് എനർജിയാണ്. വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് വളരെ ഹാപ്പി ആയിട്ട് ഈ ഒരു സമയം നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ്. കാരണം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ആൾറെഡി ചെയ്തിട്ടുണ്ടെന്നാണ്. ഇനി അതിൻ്റെ ഫലം മാത്രം കിട്ടിയാൽ മതി. അപ്പോൾ ഒരു വെയിറ്റിംഗ് പീരീഡിലാണ് ചില ആൾക്കാർ. ചിലപ്പോൾ അത് നിങ്ങൾ എക്സാം എഴുതി റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നതോ ഒരു വിസയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നതോ ഒക്കെ ആയിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് വരാൻ പോകുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു റിസൾട്ടാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുക. 4 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. എന്തോ ഒരു കാര്യത്തെ മാത്രം ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നമാണത്. ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് ഇരിക്കുന്നു. ചില ആൾക്കാർക്ക് അതൊരു ജോലിയോ അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് നിങ്ങൾ ഏറ്റവും ആഗ്രഹിച്ചൊരു വ്യക്തിയോ ആണ്. ആ ഒരു വ്യക്തിയെ കാത്തിരിക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ആ കാത്തിരിപ്പിനൊരു അവസാനം ഉണ്ടാകും എന്നുള്ളതാണ് കേട്ടോ. നിങ്ങളുടെ ആ ഒരു കാര്യം മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ ഏറ്റവും വലുതായിട്ട് നിങ്ങൾ കാണുന്നത് ആ ഒരു കാര്യമാണ്. ഇതൊരു റിലേഷൻഷിപ്പ് തന്നെ ആയിരിക്കാനാണ് സാധ്യത. അങ്ങനെ ഇരിക്കുന്ന ആൾക്കാർ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലാണ് ഇത്രയധികം നിങ്ങൾ എനർജി കൊടുക്കുന്നതെങ്കിൽ നിങ്ങളതൊന്ന് സ്റ്റോപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം അത് വരുമ്പോൾ വരട്ടെ എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, നിങ്ങളുടെ മുന്നിൽ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ അതിൽ എൻഗേജ്ഡ് ആകുന്നത് നല്ലതായിരിക്കും. അല്ലാതെ ഇതിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിയുമ്പം ഇത് നമുക്ക് തിരിച്ചു കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, അതേ അളവിൽ തിരിച്ചു കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് വിഷമിക്കും. അപ്പോൾ അത് നിങ്ങൾ ചെയ്യാതിരിക്കുക. നൈറ്റ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ്. ഇതിൽ വളരെ സ്പീഡിൽ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. നൈറ്റാണ്, അപ്പോൾ വളരെ പ്രണയത്തിലും വളരെ ആക്റ്റീവായിട്ടുള്ളൊരു എനർജി. ഈ ഒരു ഇതിൽ വളരെ ആക്റ്റീവായിട്ടുള്ളൊരു എനർജിയാണ്. വളരെ സ്പീഡിൽ വരുന്നു. സ്റ്റക്കായി നിന്ന എന്തോ ഒരു കാര്യം അത് മാറിയിട്ടുണ്ട്. ആ ഒരു സ്റ്റക്നെസ് ഒക്കെ മാറിയിട്ടുണ്ട്. എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ ബ്ലോക്കിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ആ ബ്ലോക്കൊക്കെ മാറി അത് സ്പീഡായി മുന്നോട്ട് വരുന്നു എന്നാണ് കാണുന്നത്. എംബററിൻ്റെ എനർജിയാണ്. ഇതിൽ നിങ്ങളുടേതായ ഒരു ഇതിലെത്തി എന്നുള്ളതാണ്. ഇന്നത്തെ ദിവസം നിങ്ങളായിരിക്കും മറ്റുള്ളവരെ മുന്നിൽ ഏറ്റവും വലുത്. അതായത് മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ഇത് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കിട്ടുമെന്നാണ് കാണുന്നത്. നിങ്ങൾ ചെയ്തിരുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ സക്സസ് ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഈഗോ ഉള്ള ആൾക്കാർ ഒരു ലേശം അതൊന്ന് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് ഈഗോ ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റി വയ്ക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മളുടെ ഗ്രോത്തിന്, സെൽഫ് ഗ്രോത്തിന് ഈഗോ അത്ര നല്ലൊരു കാര്യമല്ല. അപ്പോൾ പക്ഷേ ഇത് നിങ്ങളുടെ ഇത്രയും കാലത്തെ കഷ്ടപ്പാടിൻ്റെ ഫലമാണിത്. അപ്പോൾ അതിൽ നിങ്ങൾക്കൊരു ആത്മാഭിമാനമൊക്കെ തോന്നാം, അത് ഓക്കെയാണ്. പക്ഷേ ഈഗോ വേണ്ട എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇതിൽ നിന്ന് എന്ത് മെസ്സേജാണ് കിട്ടുന്നതെന്ന് നോക്കാം. 5th ചക്രയാണ്. ആർക്കേഞ്ചൽ ഗബ്രിയേലാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇത് ഇന്നലെയും വന്നു എന്നാണ് തോന്നുന്നത്. ഇതിനകത്ത് ആർക്കേഞ്ചൽ ഗബ്രിയേൽ
നിങ്ങൾക്ക് ഗബ്രിയേൽ മാലാഖ നിങ്ങളുടെ ത്രോട്ട് ചക്ര ഹീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നെങ്കിൽ അത് ഹീലാകുന്നു എന്നുള്ളതാണ് കാണുന്നത്. അല്ലെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷന് പ്രശ്നം ഉണ്ടെങ്കിൽ മറ്റുള്ള ആൾക്കാരോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. അത് മാത്രമല്ല ചില കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ 5 ആൾക്കാരുടെ മുന്നിൽ നമുക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് കമ്മ്യൂണിക്കേഷൻ്റെ ബ്ലോക്കാണ്. നിങ്ങളുടെ ത്രോട്ട് ചക്രയിൽ ബ്ലോക്ക് ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അങ്ങനെ ത്രോട്ട് ചക്രയിൽ ബ്ലോക്കുള്ള ആൾക്കാർ ഇന്നത്തെ ദിവസം നിങ്ങൾ ആർക്കേഞ്ചൽ ഗബ്രിയേലിനെ വിളിക്കുക. അപ്പോൾ ഗബ്രിയേൽ മാലാഖ നിങ്ങളെ ത്രോട്ട് ചക്ര ഹീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് ഈ ഒരു വീഡിയോ കാണുന്ന സമയം ഗബ്രിയേൽ മാലാഖയെ ഒന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പറയേണ്ടുന്ന കാര്യങ്ങൾ ചിലപ്പോൾ പലപ്പോഴും പറയാതെ നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന കാര്യങ്ങൾ കിട്ടാതായിപ്പോവും. അപ്പം നമ്മൾ പറഞ്ഞാലേ കിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റാതെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പറയാം. കാരണം ഗബ്രിയേൽ മാലാഖയെ വിളിച്ചിട്ട് പറയാം എന്നുള്ളതാണ്. ത്രോട്ട് ചക്ര ഹീലാകും. ഇതിൽ നിങ്ങൾ ചക്ര മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ലൈറ്റ് ബ്ലൂ ആയിട്ടുള്ള കളർ ത്രോട്ട് ചക്രയിൽ കണ്ട് അതൊന്ന് ഹീലാകാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് വെറുതെ നിങ്ങളുടെ കൈ എന്ന ആ ത്രോട്ട് ചക്രയിൽ വെച്ചാൽ മതി. നമ്മുടെ തൊണ്ടയിലുള്ള ചക്രയാണ് ത്രോട്ട് ചക്ര. അതിലൊന്ന് വെറുതെ വെച്ചുകൊണ്ടിരിക്കുക. അത് ആൾറെഡി ഹീലായിക്കോളും. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക ഗബ്രിയേൽ മാലാഖ വന്നു നിങ്ങളത് ഹീൽ ചെയ്യിക്കുന്നു എന്നുകൂടി വിചാരിക്കുക. അപ്പോൾ ഇന്നത്തെ ദിവസം എന്തെങ്കിലുമൊക്കെ പ്രസന്റേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ മറ്റൊരാളുടെ പറയണം എന്നുണ്ടെങ്കിലും അതൊക്കെ ഇന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റും എന്നുള്ളതാണ് കാണുന്നത്. ദ തിങ്കിങ് വുമൻ ആണ് വന്നിട്ടുള്ളത്. ഇതിൽ നിങ്ങളെ പഠിപ്പിക്കാൻ ഒരു സ്ത്രീ വരുന്നു എന്നുള്ളതാണ്. നിങ്ങളെ കുറച്ചുകൂടി ചിന്തിപ്പിക്കാനുള്ളൊരു സ്ത്രീ വരുന്നു. നിങ്ങളുടെ മെൻറ്ററായിരിക്കാം അവർ. നിങ്ങളെ നല്ല വഴിക്ക് കൊണ്ടുപോകുന്ന ആരോ ആണ്. നിങ്ങളുടെ കുറേ ബ്ലോക്കേജസ് ഒക്കെ മാറ്റാൻ ഈ ഒരു ലേഡിക്ക് പറ്റുമെന്നുള്ളതാണ്. നിങ്ങളെ ചിന്തിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങളെ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. ചിലപ്പോൾ അത് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലാത്ത എന്തെങ്കിലും നിങ്ങൾ പഠിക്കേണ്ടുന്ന ചില കാര്യങ്ങളായിരിക്കാം. അത് നിങ്ങളെ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ഇവർ പറയുമ്പോൾ, ഈ ഒരു ലേഡി പറയുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്കിതൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും. പക്ഷേ ഇവരുടെ നാവിലൂടെ അത് പറയുമ്പോൾ, കാരണം ഇതിൽ ത്രോട്ട് ചക്ര വന്നിട്ടുണ്ട്, ആർക്കേഞ്ചൽ ഗബ്രിയേൽ വന്നിട്ടുണ്ട്. അപ്പം ഇവർ ശരിക്കും ത്രോട്ട് ചക്ര ഹീലായ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ലേഡി ആയിരിക്കാം. അപ്പം നിങ്ങൾ ഇവരുടെ സംസാരം കേൾക്കുമ്പോൾ അവർ പറയുന്നത് നിങ്ങൾ കേൾക്കും എന്നുള്ളതാണ്. അപ്പം ഇത് നിങ്ങളുടെ മെൻറ്റർ ആയിരിക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ അങ്ങനെ ഒരു കൗൺസിലിങ്ങിനൊക്കെ പോകുന്നുണ്ടായിരിക്കാം. അങ്ങനെ ഒരാളുമായിട്ടുള്ളൊരു സൗഹൃദം നിങ്ങൾക്ക് ഒരുപാട് ഉയർച്ച ഉണ്ടാക്കും എന്നാണ് കാണുന്നത്. ഇത് ഇവർ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പം നിങ്ങൾ ഈ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാനൊക്കെ തുടങ്ങുന്നുണ്ടായിരിക്കാം. അപ്പം ഇത് നിങ്ങളുടെ ഒരു ടീച്ചർ അങ്ങനത്തെ, കാരണം ഇതിനകത്തൊരു ഹൈ പ്രീസ്റ്റസും വന്നിട്ടുണ്ട്. അതൊരു ടീച്ചറാണ്. വളരെ ദിവ്യത്വമുള്ള എന്നൊക്കെ നമുക്ക് പറയാം. വളരെ അനുഗ്രഹമുള്ള ഒരു ആളാണ്. അപ്പം ഇതിലും ഒരു ദേവീ സാന്നിധ്യമാണ് ഉള്ളത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ദേവിയുടെ സാന്നിധ്യം ഉണ്ട്, അനുഗ്രഹം ഉണ്ട് എന്ന് തന്നെയാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കും എന്നുള്ളതാണ്. നിങ്ങൾ ഇതുവരെ ചെയ്തിരുന്ന കാര്യങ്ങളിൽ നിന്നും ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തും. അങ്ങനെയുള്ള ഒരാളിനെ ഇന്ന് നിങ്ങൾ പരിചയപ്പെടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഈ ഇടയ്ക്ക് നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഈ ഒരു പരിചയപ്പെടൽ അല്ലെങ്കിൽ ഈ ഒരു അടുപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരുത്തും എന്നാണ് കാണുന്നത്. ഇൻഡിസിഷനാണ്. നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റാതെ ഇരിക്കുന്നു എന്നുള്ളതാണ് പല കാര്യങ്ങളിലും. അപ്പം അങ്ങനെ തീരുമാനം എടുക്കാൻ പറ്റാതെ ഇരിക്കുന്ന ആൾക്കാർ നിങ്ങളൊന്ന് ശരിക്കും പ്രാർത്ഥിച്ചിട്ട് സറണ്ടർ ചെയ്ത് കൊടുക്കുക. ഏറ്റവും വലിയൊരു കാര്യം, നിങ്ങൾക്ക് സറണ്ടർ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ഫുള്ളി സറണ്ടർ ചെയ്ത് കൊടുക്കുക. എനിക്കൊന്നും അറിഞ്ഞുകൂടാ, അവിടത്തേക്ക് മാത്രമേ അറിയാവൂ, ഞാൻ ഇത് അവിടത്തേക്ക് ഏൽപ്പിച്ചിരിക്കുന്നു. അത് ഇനി എന്ത് കാര്യമായാലും, നമ്മളുടെ വർക്ക് പ്ലേസിലുള്ള കാര്യമാകട്ടെ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലുള്ള കാര്യമാകട്ടെ, അല്ലെങ്കിൽ നമുക്കൊരു അസുഖമുള്ള കാര്യമാകട്ടെ, ഇതൊക്കെ നമ്മൾ അവിടെ ഏൽപ്പിക്കുക. പിന്നെ ഇന്നത്തെ ദിവസം നമുക്ക് അസുഖങ്ങളുണ്ടെങ്കിൽ നമ്മൾ കൂഷ്മാണ്ഡ ദേവിയെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. നമ്മളുടെ രോഗനിവാരണം ചെയ്തു തരും എന്നുള്ളതാണ് ദേവിയുടെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ഇന്നത്തെ ദിവസം ദൈവം അനുഗ്രഹിക്കട്ടെ, ദേവി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. താങ്ക് യു.